ഈ കാണുന്ന മുടി ഇന്നതല്ല എന്നാണ് ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ ഗായ്സ്, എനിക്ക് എങ്ങനെ നിങ്ങളോട് പറഞ്ഞു തരുന്നതും എനിക്കറിയില്ല. വിശ്വസിക്കാത്ത ആൾക്കാർക്ക് എങ്ങനെ പറഞ്ഞു കൊടുക്കണം. ഇതെൻ്റെ ഹെയറാണ്, ഞാൻ കാണിച്ചു തരാം. ഒരു പിടിച്ചമർത്തിയാണെങ്കിൽ കാണിച്ചു തരാം. ഇതിൻ്റെ ഹെയർ തന്നെയാണ്. ഞാൻ എൻ്റെ മുടി ഇത്രയും ഭംഗിയിൽ കൊണ്ടടക്കാൻ കാരണം, അല്ലെങ്കിൽ എൻ്റെ മുടി ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കാനുള്ള കാരണം, ഞാൻ ഈ മുടി വളരാൻ വേണ്ടിയിട്ടുള്ള കുറേ ഹെയർ ഗ്രോത്ത് സംഭവങ്ങൾ ചെയ്തിട്ട് കൊണ്ട് മാത്രമൊന്നുമല്ല, വേറൊരു കാര്യം കൂടി ചെയ്യുന്നുണ്ട്. പക്ഷേ അതെല്ലാവർക്കും ചെയ്യാൻ പറ്റണമെന്നുണ്ടോ എനിക്ക് അറിയൂല. പക്ഷേ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. നിങ്ങൾ മനസ്സ് വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ. നിങ്ങളുടെ മുടി താനേ വളർന്ന് വരും. നിങ്ങളൊന്നും ചെയ്യണ്ട. അതെന്താന്നുള്ളത് ഞാൻ നിൽക്കുന്ന ഇപ്പം തന്നെ പറഞ്ഞുതരാം. ചില ആൾക്കാർക്ക് ഭാഗ്യം ഉണ്ടാവും മുടി വളരാൻ, ചില ആൾക്കാർക്ക് ഭാഗ്യം ഉണ്ടാവില്ല മുടി വളരാതിരിക്കാൻ. രണ്ടും രണ്ടാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ രണ്ട് ടീമുകളും മുടി വളരാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും. ഈ രണ്ടാൾക്കാർ രണ്ട് കാര്യവും ചെയ്യും. പക്ഷെ ചില ആൾക്കാർക്ക് കിട്ടുള്ളൂ, ചിലർക്ക് കിട്ടൂല. പക്ഷെ ഇവിടെ ഞാൻ പറഞ്ഞു വരാൻ പോകുന്ന കാര്യം, നിങ്ങൾക്കിപ്പോൾ മുടി ഇല്ലെങ്കിലും ഭാഗ്യം ഇല്ലെങ്കിലും ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുടി താനേ വളരും. ഓക്കെ, അതായത് ഭാഗ്യമുള്ളവർക്കും ഭാഗ്യമില്ലാത്തവർക്കും ഒരുപോലെ യൂസ് ചെയ്താൽ കിട്ടുന്ന ഒരു കാര്യമാണ്. ഇവിടെ ഭാഗ്യത്തിന്റെ കാര്യമില്ല. ഈ ഒരു ടിപ്പ് നിങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് മുടി വളർന്നിരിക്കും. ഓക്കെ, ഞാൻ ട്രൈ ചെയ്തിട്ട് പറഞ്ഞതാണ്. സോ എന്താണെന്നുള്ള പറഞ്ഞുതരാം. കുറേ ആൾക്കാർ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്നറിയോ, നിങ്ങൾ ഡെയിലി കുളിക്കുന്നത് അങ്ങനെ സ്റ്റോപ്പ് ചെയ്യുക. ഞാൻ പണ്ട് കുളിക്കുന്നത് നിർത്തിയപ്പോഴാണ് എനിക്ക് മുടി വളരാൻ തുടങ്ങിയത്. അതായത് എങ്ങനെ വളരുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനിപ്പോൾ ചെയ്യുന്ന ടിപ്സുകളും കാര്യങ്ങളൊക്കെ എൻ്റെ മുടിയിൽ പെട്ടെന്ന് എഫക്റ്റ് ചെയ്യാൻ തുടങ്ങി. അതായത് ഡെയിലി കുളി നിർത്തുകയാണല്ലോ, അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എഫക്റ്റ് വരാൻ തുടങ്ങി. അങ്ങനെയാണ് നമുക്ക് എഫക്റ്റ് വരുള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ഹെയർ കെയർ ആയിട്ടുള്ള എന്തെങ്കിലും ടിപ്സും കാര്യങ്ങളും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ കുളി ഒഴിവാക്കുക. എന്നിട്ട് കുളിക്കാൻ പോകുന്നൊരു ഡേ വരുമല്ലോ. ഇപ്പം നിങ്ങളിപ്പോൾ 2 ആഴ്ച വെച്ച് കുളിക്കുന്നില്ലെങ്കിൽ അടുത്ത ആഴ്ചയിൽ നിങ്ങൾ കുളിക്കുന്ന സമയത്ത് ഹെയർ കെയറിൽ എന്തെങ്കിലും ടിപ്സും കാര്യങ്ങളുണ്ടെങ്കിൽ അപ്ലൈ ചെയ്തിട്ട് കുളിക്കുക. അങ്ങനെ ചെയ്യാം. ആ കുളി പറയുമ്പോൾ നിങ്ങൾ മുടി വളരുന്ന എന്തെങ്കിലും ടിപ്സുകൾ വെച്ചിട്ടായിരിക്കണം കുളിക്കേണ്ടത്. മനസ്സിലായല്ലോ? അത് നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഡെയിലി കുളി ഒഴിവാക്കുക. നിങ്ങൾ വീക്കിലി ഒരു ഡേ ആയിട്ട് കുളിച്ചാൽ മതി. അത് നിങ്ങളുടെ വിചാരം നല്ല വൃത്തി ഇല്ലായ്മ പോകുമെന്ന് അങ്ങനെയൊന്നും ഇല്ല. അതൊക്കെ നിങ്ങൾക്ക് തോന്നുകയാണ്. അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല. നിങ്ങൾ നല്ല സ്മെല്ല് യൂസ് ചെയ്യുക ഹെയറിൽ, അത്രയേ ഉള്ളൂ. എന്തെങ്കിലും ഹെയർ സീറം ഒക്കെ യൂസ് ചെയ്യുക എപ്പോഴെങ്കിലും. അത്ര ചെയ്താൽ മതി എന്നേ ഞാൻ നിങ്ങളോട് പറയുള്ളൂ. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സോപ്പ് യൂസിങ് നിർത്തുക. ചിലവർ അത് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക. ആ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാം. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ഹെയർ കെയർ ഫോളോ ചെയ്യുക. അല്ലാതെ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു തുടങ്ങിയാൽ നിങ്ങൾ ചെയ്യുന്ന ഒരു ഹെയർ ടിപ്സും നിങ്ങളെ ഹെയറിൽ പിടിക്കൂല. ഞാൻ എൻ്റെ 9ാം ക്ലാസ്സിൽ നിന്ന് ഹെയർ വാഷ് ചെയ്യുന്നത് നിർത്തിയതാണ്. എന്നിട്ട് ഞാനത് ചെയ്യാറുണ്ട്. ഞാൻ ആരോടും അങ്ങനെ പറയാറൊന്നുമില്ല, കുളിക്കാറില്ല എന്നൊന്നും ഞാൻ ആരോടും പറയാറൊന്നുമില്ല. പക്ഷേ ഞാൻ കുറെ കഴിഞ്ഞപ്പോൾ അത് പറയാൻ തുടങ്ങി. അങ്ങനെ അത് ഫോളോ ചെയ്ത ആൾക്കാർക്ക് ഇപ്പം നല്ല മുടിയുണ്ട്. ഓക്കെ, അതെനിക്ക് അറിയുന്ന പേഴ്സണലി എനിക്ക് അറിയുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. സോ അവർക്കൊക്കെ നല്ല ഹെയർ ഉണ്ട്, കാരണം അവർ കുളിക്കൽ നിർത്തിയത് കൊണ്ട്. അപ്പം നിങ്ങളുടെ വിചാരം ആൾക്കാർ പലതും പറയും. നമുക്ക് എന്താണോ ആവശ്യം അതിനു വേണ്ടി നമ്മൾ ഫോളോ ചെയ്യണം. അത് വൃത്തിയില്ലെങ്കിലും അപ്പം മുടി അതായത് മുടി എണ്ണ തേച്ചാലും അതേപോലെ തന്നെ എന്താ പറയുക കുളിച്ചാലും മാത്രം വൃത്തിയുള്ളൂ എന്ന് പറയുന്നവരുണ്ടെങ്കിൽ അവരത് ചെയ്തോട്ടെ. പക്ഷെ നിങ്ങളത് എന്ത് ചെയ്യുക, ഒഴിവാക്കാൻ നിൽക്കുക. നിങ്ങൾക്ക് മുടി വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചൊക്കെ അത് സാക്രിഫൈസ് ചെയ്യുക എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. സോ ഞാൻ അങ്ങോട്ട് പറഞ്ഞല്ലോ, നിങ്ങൾ ഹെയർ കെയർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുളി നിർത്തുക. എന്നിട്ട് എന്നാണോ 2 ആഴ്ചയെങ്കിലും ഒന്ന് കുളിക്കാതെ ഇരിക്കുക. എന്നിട്ട് എന്നാണോ കുളിക്കുന്നത് അന്ന് നിങ്ങൾ ഹെയർ കെയറിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താ വെച്ചാൽ, മുടി വളരുന്ന എന്തെങ്കിലും ടിപ്സുകൾ അപ്ലൈ ചെയ്തിട്ട് കുളിക്കുക. എന്നിട്ട് പിന്നെ സ്റ്റോപ്പ് ചെയ്യുക. എന്നിട്ട് അടുത്ത വട്ടം അതുപോലെ ചെയ്യുക. അതായത് ഡെയിലി കുളിക്കരുത്. അപ്പം നിങ്ങൾ ഹെയർ കെയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഡെയിലി കുളിക്കരുത്, എപ്പോഴെങ്കിലും ഒന്ന് കുളിച്ചു കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. അപ്പം നിങ്ങൾ കുളി ഒഴിവാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ ചെയ്യുക, മുടി വളർത്താൻ പറ്റും എന്നാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു വരുന്നത്. സോ അത് ട്രൈ ചെയ്ത് നോക്കുക. ഇത് എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. പിന്നെ ഞാനത് പറയാത്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കുറേ ആൾക്കാരുടെ വിചാരം അതൊരു വൃത്തിയില്ലായ്മയായിട്ട് പറയുമോ എന്ന് എനിക്ക് തോന്നി. പക്ഷെ ഇപ്പം എനിക്ക് തോന്നുന്നു അതിൻ്റെ ആവശ്യമില്ല. കാരണം സത്യം ഇപ്പം ഞാൻ മറച്ചു വെച്ചിട്ട് എന്തിനാ വെറുതെ. ഞാൻ അങ്ങനെയാണ് ഹെയർ കെയർ ഫോളോ ചെയ്യാറ്. എന്നാലേ എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ളൂ. അപ്പം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്ക്. ചെയ്യുന്നവരാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ.